ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഒരു ഓൺലൈൻ ടീച്ചിങ് കരിയർ എടുക്കണോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഗൂഗിൾ മീറ്റ് പോലെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഓൺലൈൻ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് എന്താണ് അറിയുന്നത്. ഞാൻ മുമ്പേ ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ കുറേ ക്യൂരിയോസിറ്റിയും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വർത്ത് ആവുമോ അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊരു സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷനിലൂടെയാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് എനിക്ക് ഇതിലൊരു ടാലന്റ് ഉണ്ട് എന്നുള്ളത്. അതായത് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതൊരു നൈസ് കരിയർ ആയിരിക്കും. ബിക്കോസ് ഞാൻ അന്ന് ആ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മേ ബി എൻ്റെ കരിയർ ഇപ്പോഴും സെറ്റ് ആയിട്ടുണ്ടാവില്ല. എനിക്കിതിനെ പറ്റിയിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. പിന്നെ ടീച്ചിങ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടീച്ചിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഈ കരിയറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ആ രണ്ട് കരിയറും കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? നമ്മുടെ ഇൻകം അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയിപ്പോൾ ഈ 2 മാസത്തെ ഒരു കോഴ്സ് കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുമോ, അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഹലോ, സൂപ്പർ ട്യൂട്ടറിൻ്റെ ഒരു പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഫാത്തിമയാണ്. ഫാത്തിമ നമ്മുടെ സൂപ്പർ ട്യൂട്ടർ ACCT കോഴ്സിൻ്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം ആംഗിൾ ട്യൂഷനിൽ 2 വർഷം ഓൺലൈൻ കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഫ്രീലാൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് ഫാത്തിമയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. സോ ഇപ്പോൾ 2 വർഷമായിട്ട് കോഴ്സിന് ശേഷം 2 വർഷമായിട്ട് ആംഗിളിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ ഫ്രീലാൻസ് കരിയറും സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ഓവറോൾ ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് പറയും. ഓവറോൾ ജേർണി സ്മൂത്ത് ആണെന്ന് ചോദിച്ചാൽ സ്മൂത്ത് ആണ്. അറ്റ് ദ സെയിം ടൈം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അതുമാണ്. ബിക്കോസ് എൻ്റെ 2 ഇയേഴ്സ് ആംഗിളത്തെ ജേർണി എന്ന് പറയുന്നത് എൻ്റെ MSCയുടെ കൂടെയായിരുന്നു ഞാൻ ചെയ്തത്. സോ MSc ഇൻ കെമിസ്ട്രി ആണ്. അപ്പം ആ ഒരു ഹെക്ടിക് സ്കെഡ്യൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റി. ആൻഡ് എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തോന്നിയതെന്ന് വിചാരിച്ചാൽ MSc കെമിസ്ട്രി ആണല്ലോ. ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റും ഇസ് റിലേറ്റഡ് ടു കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങളൊന്നുകൂടിയും നമ്മൾ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളും പഠിക്കുമല്ലോ. ആ ഒരു രീതിയിൽ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ആംഗിളിൽ നിന്ന് കിട്ടിയ ആ ഒരു ഐഡിയാസും കാര്യങ്ങളും വെച്ചിട്ട് MSc കഴിയാറായപ്പോൾ ഞാനൊരു ഫ്രീലാൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇപ്പം കറൻ്റ്ലി ആംഗിളത്തതും ഫ്രീലാൻസും കൂടി ഗോയിങ് ഓൺ ആണ്. ഓക്കെ, അപ്പോൾ PG പഠിക്കുന്ന സമയത്താണല്ലോ, PG 2 വർഷം, ആ 2 വർഷമാണ് ആംഗിളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ പകൽ ക്ലാസ് ഉണ്ടാവും അല്ലേ, കോളേജിൽ പോകണം, ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം വരുന്നത്, ട്യൂഷൻ വരുന്നത്. അതെങ്ങനെയായിരുന്നു മാനേജ് ചെയ്ത് പോയത്? അത് മാനേജ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടായിരുന്നില്ല. ബിക്കോസ് നമുക്ക് ആസ് പെർ ദ സ്കെഡ്യൂൾ നമ്മുടെ ഫ്രീ ടൈം ക്ലാസ് സ്കെഡ്യൂൾ ചെയ്യാം. പിന്നെ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് വിത്ത് ദ മെൻറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു ചെറിയ ചെറിയ സ്കെഡ്യൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ മാനേജബിൾ ആയിരുന്നു. ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു ഈ ഓൺലൈൻ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ചസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തന്നെ എൻ്റെ സ്റ്റഡീസിൻ്റെ കൂടെയാണല്ലോ. ഇപ്പം എത്രത്തോളം നമ്മൾ സ്മൂത്ത് ആണെന്ന് പറഞ്ഞാലും എക്സാം ടൈമൊക്കെ വരുന്ന സമയത്ത് സ്റ്റുഡൻസിനും ആ ടൈം എക്സാം ആയിരിക്കും, എനിക്കും എക്സാം ആയിരിക്കും. സോ ആ ടൈമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ബെനിഫിറ്റ്സ് എന്താ തോന്നി ഈ കരിയറിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, ഒന്നല്ലെങ്കിൽ കൂടുതൽ എന്തൊക്കെയായിരുന്നു ബെനിഫിറ്റുകൾ? ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്ത മാതിരി, അതായത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് നമ്മൾ വേറൊരു സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അത് പഠിച്ചിട്ടോ പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മളോടും കൂടി വിട്ടുപോകും, റൈറ്റ്? സോ അവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളും അത് പഠിച്ച്, എൻ്റെ സബ്ജക്റ്റും അതാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതായതുകൊണ്ട് സ്മൂത്ത് ആയിരുന്നു. പിന്നെ കംഫർട്ടബിലിറ്റി, നമുക്ക് ഏതൊരു സ്ഥലത്തുനിന്നും ഈവൻ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഈ കരിയറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കരിയർ ഇപ്പം ഫാത്തിമ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ആ 2 കരിയറും കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറും ഓൺലൈൻ ടീച്ചറും തമ്മിൽ എന്തൊക്കെയായിരിക്കും കരിയറിൽ മേജറായിട്ടുള്ള ഡിഫറൻസ് തോന്നുന്നത്? നമ്മുടെ ഇൻകം ഒരു മേജർ ഡിഫറൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് CBSE ഒക്കെ ആണെങ്കിൽ മാക്സിമം 10 to 15 സാലറി പറയുന്നുള്ളൂ. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഈ ഓൺലൈൻ ടീച്ചിങ് നടത്തുന്ന സമയത്ത് എക്സ്ട്രാ ഇൻകം നമുക്ക്, അതായത് ആ 10 to 15 ഡബിൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ടൈം 1 hour for 1 സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മോർണിംഗ് ടു നൈറ്റ് നമുക്ക് എത്ര സ്റ്റുഡൻസിനെ വേണമെങ്കിലും അലോട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഓൺലൈൻ കരിയറിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ? ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഫാത്തിമ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് അല്ലേ? സോ ആ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എല്ലാ സ്റ്റുഡൻസിനെ പോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ, ലൈക്ക് ഡിഗ്രി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി PG ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകം വേണ്ടേ, ലൈക്ക് നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് സ്ട്രേറ്റ് ടു PG എന്ന് പറയുമ്പോൾ. അപ്പം ആ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് ഞാൻ ആംഗിളിൽ
ഫസ്റ്റ് ടൈം ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ റമീസ് സാർ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്തപ്പോൾ സാർ പറഞ്ഞു ഒരു ഗൂഗിൾ മീറ്റ് പോലെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഓൺലൈൻ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് എന്താണ് അറിയുന്നത്, ഞാൻ മുമ്പേ ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 2 months കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ കുറേ ക്യൂരിയോസിറ്റിയും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത് വർത്താവോ അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊരു സെഷൻ ഉണ്ടായിരുന്നു, പിയർ ടു പിയർ സെഷൻ എന്ന് പറഞ്ഞത്. ആ സെഷനിലൂടെയാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത് എനിക്ക് ഇതിലൊരു ടാലന്റ് ഉണ്ട് എന്നുള്ളത്. അതായത് ഓരോ സെഷൻസ് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ആ ഫീഡ്ബാക്കിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എന്താണ് പറയാന്നുള്ളത്. അപ്പം അത് ഓരോ സെക്ഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഇതിലോട്ടേക്ക് എത്തി. ഇപ്പോൾ ഫാത്തിമ നമ്മൾ ഫസ്റ്റ് ബാച്ചിലെ മെമ്പറാണ്, സ്റ്റുഡൻ്റ് ആണ് ACCT കോഴ്സിൽ അല്ലേ. സോ ആദ്യമായിട്ട് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ ആളാണല്ലോ. അപ്പോൾ ആ ഒരു ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കാരണം അതിന് മുന്നേ അവിടെ പഠിച്ച ആരും ഇല്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ആ സമയം? എങ്ങനെയായിരുന്നു ആ സമയം? ഡൗട്ടായിരുന്നു, ലൈക്ക് കയറണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ട്. കാരണം അന്നേരം കുറേ ഓൺലൈൻ സ്കാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ നമുക്ക് പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ, അപ്പോൾ അത് 100% ഷുവർ ആണോ അങ്ങനെ ചോദിക്കാൻ വേണ്ടി മുമ്പേ പഠിച്ച ആരും ഇല്ലായിരുന്നു. ബട്ട് അത് നല്ലൊരു ഡെസ്റ്റിനി ആയിരുന്നു അതിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ ആ കോഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 month കോഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കോഴ്സിന്റെ എക്സ്പീരിയൻസിൽ ഒരു ചെറിയ B.Ed മൊഡ്യൂള്, എൻറ്റയർലി അല്ല, ബട്ട് നമുക്ക് സ്റ്റുഡൻസിനെ അറിയണമല്ലോ, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ മെന്റാലിറ്റി, ഒരു ക്ലാസ്സിലിരിക്കുമ്പം അവരുടെ മൈൻഡിൽ എന്താ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ B.Ed മൊഡ്യൂൾ സെഷൻ ഉണ്ട്. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെത്, ജസ്റ്റ് ഗ്രാമർ പറഞ്ഞു പോയിട്ടുള്ളതല്ല, ലൈക്ക് നമ്മൾ പ്രോപ്പറായിട്ട് സംസാരിച്ച്, അതായത് നമുക്കിപ്പോൾ ഒരു IGCSE സ്റ്റുഡൻറ്റ്, ICSE സ്റ്റുഡൻസ് ഒക്കെ വരികയാണെങ്കിൽ മേ ബി കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ എടുക്കേണ്ട ക്ലാസ്സസ് ഉണ്ടാവും, റൈറ്റ്? അപ്പം അതൊക്കെ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു സെഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിയർ ടു പിയർ നമ്മുടെ അസൈൻമെന്റ്, അത് കംപ്ലീറ്റ്ലി വർത്ത് ആയിരുന്നു. ലൈക്ക് നമുക്ക് ഒരു ടോപ്പിക് എടുക്കുന്ന നമ്മുടെ സബ്ജക്റ്റിൽ തന്നെ ഒരു ടോപ്പിക് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ അറിയാം അത് ഓപ്പോസിറ്റുള്ള ആൾക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യും, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ആ ഒരു സെഷനിൽ ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ സെക്ഷൻ, ഗൂഗിൾ മീറ്റ്, ക്യാൻവാസ്. ഇപ്പം എൻ്റെ ഫ്രീലാൻസ് ജേണിയിൽ തന്നെ ഞാൻ ഫസ്റ്റ് എൻ്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് യൂസിങ് ക്യാൻവ. അത് എനിക്ക് ആംഗിൾ എന്നുള്ള ഐഡിയ കൊണ്ടാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനത്തെ കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുള്ളായിരുന്നു ആ ഒരു കോഴ്സ്. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ കൂടുതൽ ആൾക്കാരും ഡൗട്ട് ചോദിക്കുന്ന കാര്യം നമ്മുടെ പിയർ ടു പിയർ സെഷൻ എങ്ങനെയാണ്. അപ്പോൾ അതാണല്ലോ നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അതാണല്ലോ. അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പിയർ ടു പിയർ സെഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ബാച്ചിലുള്ള ഒരാളെ നമുക്ക് പിയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അവരുമായിട്ട് അവർ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ടീച്ചർ, അല്ലെങ്കിൽ നമ്മൾ ടീച്ചർ ആയിരിക്കുന്ന സമയത്ത് അവർ സ്റ്റുഡൻറ്റ്, 1-to-1 ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ആ ഒരു സെഷന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആയിരുന്നു. അപ്പോൾ മൺഡേ ഇവരൊരു ടോപ്പിക്ക് തരും, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിലുള്ള ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇരുന്ന് പഠിക്കുന്നു. പിറ്റേന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളൊരു ഓൺലൈൻ ടീച്ചർ ആയാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി നൈറ്റിലിരുന്ന് പഠിക്കുന്നു, പിറ്റേന്ന് അവർക്ക് ക്ലാസ് എടുക്കുന്നു. നമ്മൾ ക്ലാസ് എടുക്കുന്നത് അവർക്ക് മനസ്സിലാവും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അതാണല്ലോ നമ്മുടെ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രീലാൻസ് കരിയർ തുടങ്ങുകയാണെങ്കിലും നമ്മളാണ് നമ്മുടെ ബ്രാൻഡ്, റൈറ്റ്? അതായത് ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുത്തു കൊടുത്തത് സ്റ്റുഡൻറ്റിന് മനസ്സിലായി കഴിഞ്ഞാൽ ചെയിൻ ടു ചെയിൻ ആയിട്ട് അവരുടെ എന്താ പറയുക ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മളോട് കോൺടാക്ട് ചെയ്യും. നമ്മുടെ എന്താ പറയുക ഡിമാൻഡ് അവിടെ കൂടുകയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഗ്രോത്തും ഉണ്ടാവും. അപ്പം അവർക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കണമെന്ന് പഠിപ്പിച്ചു തന്നത് ആ പിയർ ടു പിയർ സെഷനാണ്. അത് മനസ്സിലാവുന്നുണ്ടോ, പിന്നെ നമ്മൾ ഫേസ് ടു ഫേസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഐ കോൺടാക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ കുറേ കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങളില്ലേ, അപ്പാർട്ട് ഫ്രം നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടില്ലാത്ത നമ്മുടെ പോസ്റ്റേഴ്സ്, നമ്മുടെ ഫേസ് എങ്ങനെ വെക്കണം, നമ്മുടെ കൈ എന്താ പറയുക ഹാൻഡ്സിൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റിയൽ ക്ലാസ് എടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് കോഴ്സ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ. പിന്നെ അതിനുശേഷം നമ്മൾ ഒരുപാട് AI ടൂൾസുകളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടായിരുന്നു AI ടൂൾസ് പഠിച്ച്? AI ടൂൾസ് പഠിപ്പിച്ചതിൽ ഒരു ടൂളുണ്ട്, ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്, gamma.ai എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസും പ്രസന്റേഷനും നമുക്കൊരു എന്താ പറയുക പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കണമെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് അതിൽ നിന്ന് ടോപ്പിക് ഇട്ട് കൊടുത്താൽ നമുക്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമുക്ക് അനുസരിച്ചുള്ള ചേഞ്ചസ് അതിൽ കൊടുക്കാം. പിന്നെ ഫ്രീലാൻസിലേക്ക് വന്ന സമയത്ത് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ ഗൂഗിൾ സ്ലൈഡ്സ്, പിന്നെ ഗൂഗിൾ ഫോംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ എത്ര സമയം കഴിഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എത്ര സമയം എടുത്തു? പ്ലേസ്മെന്റിന് ഒരു 1 week അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റുഡൻറ്റിന് എനിക്ക് തോന്നുന്നു
കുറേ ആയില്ലേ, ഇൻ ബിറ്റ്വീൻ 1 to 2 വീക്സിനുള്ളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 to 2 വീക്സിനുള്ളിൽ ഫസ്റ്റ് സ്റ്റുഡൻറ്റിന് കിട്ടി. ഓക്കെ, അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ആദ്യത്തെ ഒരു 10 സ്റ്റുഡൻസിനെ കിട്ടാൻ എത്ര സമയം എടുത്തു? അധികം ടൈമൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ ഡെമോസ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഡെമോ ക്ലാസ്സിലെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ. അപ്പം പല ടീച്ചേഴ്സും ഡൗട്ട് ഉള്ളതാണ്. കാരണം ആദ്യം നമുക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. കാരണം നമ്മൾ സാധാരണ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലല്ല ഡെമോ ക്ലാസ് എടുക്കേണ്ടത് അല്ലേ? ഇപ്പോൾ ഇത്രയും ഒരു 2 വർഷത്തിനുള്ളിൽ ഒരുപാട് ഡെമോ ക്ലാസ് എന്തായാലും എടുത്തിട്ടുണ്ടാവും. ആ ഡെമോ ക്ലാസ്സിൽ എങ്ങനെ ക്ലാസ് എടുക്കണം, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ടീച്ചേഴ്സോടൊന്ന് ഷെയർ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ യൂഷ്വലി ചെയ്യാറ്, നമ്മൾ ഒരു ടീച്ചർ മാതിരി ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫേസൊക്കെ ഒന്ന് നമ്മളങ്ങനെ പണ്ട് മുതലേ കണ്ടുവന്ന ടീച്ചേഴ്സ് അങ്ങനെയാണല്ലോ, ഫേസൊക്കെ ഒരു എന്താ പറയുക ആംഗ്രി മാതിരി വെച്ചിട്ട് ക്ലാസ്സിലിരുന്നാൽ റെഡി ആവത്തില്ല. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ആണ്, അവർക്ക് ഫ്രണ്ട്ലി അപ്രോച്ചാണ് ആവശ്യം. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരെ നന്നായിട്ട് ഗ്രീറ്റ് ചെയ്ത് അവരോട് അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുമ്പം ലൈക്ക് നമ്മളൊന്ന് സ്മൈൽ ചെയ്ത് അവരുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തന്നെ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തെടുത്താൽ പകുതി ഓക്കെ ആവും. പിന്നെ ഉള്ളതെന്ന് വിചാരിച്ചാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി ഒബ്വിയസ്ലി, അതായത് ഇൻ ബിറ്റ്വീൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്യാറുള്ള കാര്യം, അവരോട് ഡൗട്ട് ഉണ്ടോ എന്നുള്ളത് ഇൻ ബിറ്റ്വീൻ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോൾ, ഡെമോയിലൊക്കെ നമുക്ക് മാക്സിമം 1 ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ടോപ്പിക്കിൽ ഓരോ കുഞ്ഞു പുതിയ ടേംസ് വരുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി അറിയുന്ന ടേംസ് ആണോ അല്ലെങ്കിൽ അറിയാത്ത ടേംസ് ആണോ, ഇനി അറിയില്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്ന് പറയാനുള്ള ഒരു ഗ്യാപ്പ് നമ്മളവിടെ കൊടുക്കുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ഉള്ളത് ലാസ്റ്റ് പാരന്റ് വരുന്ന സമയത്തുള്ള ഗ്രീറ്റിങ്സും കാര്യങ്ങളും. പാരന്റിനോട് നമ്മൾ ചോദിച്ചറിയണം സ്റ്റുഡൻസിനെ ഏതൊക്കെ പോർഷനിലാണ് ലാക്ക് വരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. മോസ്റ്റ് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളും സ്റ്റുഡൻസും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, അതിൽ സ്റ്റുഡൻറ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി നിൽക്കുന്നോ അത്രയും നമുക്ക് അവിടെ ഡെമോ കൺവേർഷൻ റേറ്റ് കൂടുക ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ സൂപ്പർ ട്യൂട്ടർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ എൻഗേജ് ചെയ്ത് സ്റ്റുഡൻസിനെ ഇരുത്താൻ പറ്റുമോ എന്നുള്ള കാര്യം. കാരണം പലരും പറയുന്നുണ്ട്, എസ്പെഷ്യലി സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് പഠിപ്പിച്ച അവർക്ക് ഓഫ്ലൈനായിട്ട് തന്നെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കുട്ടികളെ ഒരു ക്ലാസ്സിൽ പിടിച്ചിരുത്തുക എന്നുള്ളത്. സോ ആ സമയത്ത് നമുക്ക് ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഒരു എൻഗേജ്മെൻറ്റ്, ഓഫ്ലൈനിലുള്ള രീതിയിലുള്ള എൻഗേജ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. സോ അതിൽ എന്തായിരുന്നു ഫാത്തിമേൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ അവരെ എൻഗേജ്ഡ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്കിൻ്റെ ഒരു എന്താ പറയുക ചെറിയ വർക്ക് മാതിരി അവർക്ക് കൊടുക്കും. എൻ്റെ സ്റ്റുഡൻസ് മോസ്റ്റ് എന്താ പറയുക 8th to 12th ആ ഒരു ഗ്രേഡാണ്. ഇപ്പോൾ ലോവർ സ്റ്റുഡൻസ് ഒക്കെ എന്താ പറയുക, അതായത് 1 to 2 ആ ഒരു ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അഡീഷണൽ വീഡിയോസ് യൂട്യൂബിലൊക്കെ അവരുടെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണിച്ച് അവരെ എൻ്റർടൈൻ ചെയ്ത് ഇരുത്താൻ വേണ്ടി പറ്റും. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് കുറച്ചുകൂടി വലിയ സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, ചിലർ എന്താ പറയുക ഭയങ്കര കണ്ണിങ് ആയിട്ട് സ്റ്റഡി ആയി പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഉണ്ടാവും. ചില സ്റ്റുഡൻസ് പാരൻസിൻ്റെ ഫോഴ്സ്ഫുള്ളി വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. പക്ഷെ അവരെ നമുക്ക് കൂടുതൽ എൻഗേജ്ഡ്, അതായത് അവർക്ക് അറിയാത്ത ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മളായിട്ടൊരു പ്രോബ്ലം ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവരൊരു പ്രോബ്ലം ചെയ്യുമ്പം അവരെ നമ്മൾ ആ ഒരു രീതിയിലുള്ള എക്സാക്ട് സിമിലർ വിത്ത് ന്യൂമറിക്കൽസ് ഒക്കെ. എൻ്റെ കെമിസ്ട്രിയും ഫിസിക്സ് ആണല്ലോ, ന്യൂമറിക്കൽസിലൊക്കെ ചെറിയ ഡിഫറൻസ് വരുത്തിയിട്ട് അവർക്ക് പ്രോബ്ലംസ് കൊടുക്കും. ആദ്യം ഓൾറെഡി ചെയ്ത് തന്നെ എനിക്കും അറിയാം അവർക്കും അറിയാതെ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. പക്ഷെ അവരത് ചെയ്ത് വരുമ്പം അവർക്കുള്ളിൽ ആ ഒരു കോൺഫിഡൻസ്, ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കണം, ഇത് ഇന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രോബ്ലംസ് റിലേറ്റ് എൻ്റെ കെമിസ്ട്രിയും ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ കുറേ കൂടി പ്രോബ്ലംസ് ചെയ്യിപ്പിച്ച് അവർക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടാകുന്നുള്ള രീതിയിൽ, ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കല്ലാണ്ട് ഒരു ഇഷ്ടമുള്ള പോലത്തെ രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ എൻഗേജ്ഡ് ആക്കിയെടുത്തത്. ഇപ്പോൾ ഈ ഒരു കരിയറിൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഒരു ഓൺലൈൻ ടീച്ചിങ് കരിയർ എടുക്കണോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ടീച്ചിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാരാണല്ലോ ഓൺലൈൻ ടീച്ചിങ്ങിലേക്കും വരുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഗവൺമെൻറ് ടീച്ചറായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം PSC വല്ലപ്പോഴേ വിളിക്കുന്നുള്ളൂ. ഗവൺമെൻറ് സ്കൂളിൽ സ്റ്റുഡൻസ് കുറയാണ്. എയ്ഡഡിലാണെങ്കിൽ 40 lakhs അല്ലെങ്കിൽ 50 lakhs ഡൊണേഷൻ കൊടുക്കണം. പ്രൈവറ്റ് സ്കൂൾസിലാണെങ്കിൽ സാലറി കുറവാണ്, വർക്ക് ലോഡ് കൂടുതലാണ്. സോ ആ ട്രഡീഷണൽ ജോബിൻ്റെ ഒരു ഡിമാൻഡ് നല്ല രീതിയിൽ കുറയുന്നതുകൊണ്ട് തന്നെ കുറേ പേര് ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വരാൻ നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് എന്തോ ഒരു ഇപ്പോൾ നേരത്തെ ഫാത്തിമ ജോയിൻ ചെയ്യാൻ സമയത്തുള്ള പോലെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് ഈ ഒരു കരിയറിനെ കുറിച്ച് അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെയുള്ള ആൾക്കാർ, അതായത് അവർക്ക് ഓൺലൈൻ ടീച്ചിങ് ആ കരിയറിലേക്ക് വരണോ വേണ്ടേ എന്നുള്ള ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതൊരു നൈസ് കരിയർ ആയിരിക്കും. ബിക്കോസ് ഞാൻ അന്ന് ആ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മേ ബി എൻ്റെ കരിയർ ഇപ്പോഴും സെറ്റായിട്ടുണ്ടാവില്ല. കാരണം PG പഠിക്കുന്നു, PG കഴിഞ്ഞാൽ നമുക്കറിയാലോ, എന്നിട്ടുണ്ടെങ്കിൽ നെറ്റ് നമ്മൾ എഴുതും, അതിന് ടൈം എടുക്കണം. കെമിസ്ട്രി ഒക്കെ സബ്ജക്റ്റ് ആണെങ്കിൽ നെറ്റ് ഒരു 1 year ഗ്യാപ്പ് എടുത്ത് നമ്മൾ പഠിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാതെ B.Ed എടുക്കുകയാണെങ്കിൽ വീണ്ടും 2 years അവിടെയും നമ്മുടെ പോവാണ്. അപ്പോൾ
ആ ഒരു രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ടൈം ആ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്. അപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, ടീച്ചിങ്ങിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഓൺലൈൻ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നേ ഞാൻ പറയുള്ളൂ. ബട്ട് അതിന് ഒരു നൈസ് പ്ലാറ്റ്ഫോം കിട്ടണം. ആ സമയത്ത് ജോയിൻ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു സൂപ്പർ ട്യൂട്ടറിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയായിരുന്നു? ഞാൻ ത്രൂ ഇൻസ്റ്റാഗ്രാം ആ ഒരു അഡ്വർടൈസ്മെന്റ് രീതിയിലായിരുന്നു അറിഞ്ഞത്. ഈ ഓൺലൈൻ കരിയർ ആരെങ്കിലും ഇങ്ങനെ സജസ്റ്റ് ചെയ്തതാണോ, ഫാമിലിന്ന് ആരെയും സജസ്റ്റ് ചെയ്തതാണോ, അല്ല സ്വയം തോന്നിയതായിരുന്നു? സ്വയം തോന്നിയതായിരുന്നു. ലൈക്ക് അതിന് മുമ്പേ ഇങ്ങനെ ഓൺലൈൻ ടീച്ചിങ്ങിൽ എനിക്ക് തോന്നുന്നു ബൈജൂസിന്റെ ഒക്കെ മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ മുമ്പ് നമ്മൾ 8th 9th 10th ആ ഒരു ടൈം ഉള്ളപ്പോൾ തന്നെ ബൈജൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഓൺലൈൻ ടീച്ചിങ് എന്നുള്ളത് അറിയായിരുന്നു. പിന്നെ ഡിഗ്രി 2nd year 3rd year ഒക്കെ എത്തിയപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഇൻകം, ഡിഗ്രി കഴിഞ്ഞാൽ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമാണ്. അതിപ്പം മൈന്യൂട്ട് ആണെങ്കിലും ബിഗ് ആണെങ്കിലും ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ ഓൺലൈൻ ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അപ്പം തീരുമാനിച്ചു. പക്ഷേങ്കിൽ എങ്ങനെ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ടെക്നിക്സ് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ആ 2 months കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ ആയി. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2 വർഷം ആംഗിളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു ഫ്രീലാൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? സോ ആ ഒരു ഫ്രീലാൻസിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഫ്രീലാൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ആംഗിളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ്. പക്ഷേങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫ്രീലാൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ആംഗിളും കൂടിയും കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അത് രണ്ടിൽ നിന്നും കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ. ആൻഡ് ഓൾസോ ഫ്രീലാൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മളാണ് അവിടുത്തെ ഹെഡ്. എനിക്ക് പിന്നെ അതായത് ഞാൻ ക്ലാസ്സസ് സെലക്ട് ചെയ്യുന്നു, അതേമാതിരി ആംഗിളത്തെ ഒരു ടെക്നിക്ക് ഞാൻ ഫ്രീലാൻസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഡെമോ സെഷൻ. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് മെയിനായിട്ട് പാരൻസ് സ്റ്റുഡൻസ് തമ്മിലുള്ള സ്റ്റുഡൻറ്റും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യും. ഒരു പാരൻറ്റും ഓക്കെ ഞാൻ ഫ്രീലാൻസ് ടീച്ചറാണ്, എനിക്ക് ട്യൂഷൻ എടുക്കാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിന് അലോട്ട് ചെയ്ത് തരത്തില്ല. അപ്പം ഞാൻ അവരോട് പറയും ഡെമോ ഉണ്ട്, അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അതെനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതിൽ ആദ്യത്തെ ഒരു സ്റ്റുഡന്റിനെ കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഫ്രീലാൻസിലേക്ക് വരുന്ന സമയത്ത്. ആദ്യത്തെ ഒരു കസ്റ്റമറെ കിട്ടുന്ന ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ആദ്യത്തെ കസ്റ്റമർ കിട്ടിയാൽ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കൊളീഗ്സിന്റെ ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ അതായത് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു, പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു ക്യാൻവ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് അത് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, സബ്ജക്ട്സ് കൊടുത്തു, പിന്നെ 1-to-1 ഇൻഡിവിജ്വൽ ആണെന്നുള്ളത് കൊടുത്തു. അങ്ങനത്തെ കുറച്ച് സ്വന്തമായിട്ട് തന്നെ ക്യാൻവയിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു അല്ലേ? അത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ ഒരു ജേർണി ഉണ്ടാവുന്നോ വെറുതെ ഇങ്ങോട്ട് ഷെയർ ചെയ്തതാണ്. ബട്ട് ഒരു സ്റ്റുഡന്റിനെ കിട്ടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെയ്യാനായിരുന്നു, ആ സ്റ്റുഡന്റിന്റെ ഫ്രണ്ട് ത്രൂ വേറെ സ്റ്റുഡൻസിനെ കിട്ടി. ആദ്യത്തെ സ്റ്റുഡന്റ് ഫ്രണ്ടോ റിലേറ്റീവ് അങ്ങനെ ആരെങ്കിലും ആയിരുന്നു? അല്ല, പുറത്തുനിന്ന് ഒരു കൊളീഗ്സിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തതായിരുന്നു. ഏത് ക്ലാസ് ആയിരുന്നു സ്റ്റുഡന്റ്? എവിടെയായിരുന്നു സ്ഥലം? സ്റ്റുഡന്റ് 10th CBSE ആയിരുന്നു, അബ്രോഡുള്ള സ്റ്റുഡന്റ് ആയിരുന്നു. ഓക്കെ. സോ പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം 7-8 സ്റ്റുഡൻസ് ഉണ്ട് ഫ്രീലാൻസ് ആയിട്ട് തന്നെ അല്ലേ? ആ ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ എങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്? പിന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ വന്നതാണ്. ആദ്യത്തെ ആ ഒരു സ്റ്റുഡൻ്റ് ആണ് എൻ്റെ പോസ്റ്റർ കണ്ടിട്ട് വന്നത് എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അന്നേരമാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തത്, നമ്മളാണ് നമ്മുടെ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ. അവർക്ക് നമ്മൾ ട്യൂഷൻ എടുത്തു കൊടുത്ത് അവരുടെ പാരൻസ് അത് ഒബ്വിയസ്ലി മോണിറ്റർ ചെയ്യുമല്ലോ, ഈ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടോ, വർക്ക്സ് കൊടുക്കുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യും. അതനുസരിച്ച് ആ സ്റ്റുഡൻറ്റിന് പ്രോഗ്രസ് ഉണ്ടെന്ന് കാണുമ്പോൾ അവർ ഇന്ന് കെമിസ്ട്രി ടീച്ചർ ഉണ്ട്, ഇന്ന് ഓൺലൈൻ ടീച്ചറാണ്, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കും എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കും. അപ്പോൾ അവർ ത്രൂ അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയതാണ് ബാക്കി സ്റ്റുഡൻസ്. ഫ്രീലാൻസിൽ ഏറ്റവും ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ തന്നെ. നമ്മളെ ക്ലാസ് നല്ലതാണെങ്കിൽ നമ്മളെ പാരന്റായിട്ട് നല്ലൊരു സ്റ്റുഡൻ്റായിട്ട് പാരന്റ് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് സ്റ്റുഡൻസിനെ റെഫർ ചെയ്യും. ഈസി ആയിരിക്കും, ആ ജേർണി കുറച്ചും കൂടി ഈസി ആയിരിക്കും. എല്ലാത്തിൻ്റെയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുക, സ്റ്റുഡൻറ്റ് പാരന്റ് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? സോ ഇനി നമ്മൾ വീണ്ടും നമ്മൾ ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ICCT കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നു ചോദിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത് വീട്ടിൽ പറഞ്ഞ സമയത്ത് വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നോ? ഈ കരിയറിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നോ? എന്തായിരുന്നു കരിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി 2nd year 3rd year എനിക്ക് ഓൺലൈൻ ടീച്ചർ ആവണം, ലൈക്ക് അങ്ങനെ ആയാലോ എന്നുള്ളൊരു പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം ത്രൂ അറിഞ്ഞതല്ലേ, ഓൺലൈൻ കോഴ്സ് അല്ലേ, അവരായിട്ടൊന്നും ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലല്ലോ, പിന്നെ ഇത് വർത്ത് ആണോ, പ്ലേസ്മെന്റ് കിട്ടുമോ എന്നൊക്കെ. ലാസ്റ്റ് ഞാൻ പഠിച്ചിറങ്ങി പ്ലേസ്മെന്റ് കിട്ടുന്നത് വരെ അവർക്ക് അത് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ
ഒക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഈ പിയർ ടു പിയറും കാര്യങ്ങളും നമ്മൾ എൻഗേജ്ഡ് ആണ്. വെറുതെ അങ്ങനെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ട് അങ്ങോട്ട് പോവല്ലോ. ഓൺലൈൻ ആകുമ്പം നമുക്ക് ആ ഒരു കോഴ്സിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഇരുന്ന് എന്തായാലും കോഴ്സ് ആണല്ലോ, ടീച്ചേഴ്സ് ആണെങ്കിലും ഇരുന്ന് പഠിക്കണം, റൈറ്റ്? അപ്പോൾ അത് പഠിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഓക്കെ അവർ വർക്ക് കൊടുക്കുന്നുണ്ട്. അവർ അതായത് വാട്സപ്പിലൊക്കെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ പറയുമ്പം ഇവർ കണക്ഷൻ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് കണക്ഷനൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്ലാസ് അല്ല എന്നുള്ളത് അവർക്ക്. ഇപ്പോൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഓഫ്ലൈൻ ആയിട്ട് എന്തെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പം നമ്മുടെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേര് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയിപ്പോൾ ഈ 2 മാസത്തെ ഒരു കോഴ്സ് കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. എനിക്ക് ഇതിനെ പറ്റി ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. പിന്നെ ടീച്ചിങ് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ടീച്ചിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്ന മാതിരി ഫ്രണ്ട്ലി സ്റ്റുഡൻസ് ഉള്ളു എന്നുള്ള രീതിയിൽ നമ്മൾ എക്സാമിന്റെ ടൈമിലൊക്കെ പഠിക്കുന്നതല്ലാതെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു. ഒരു സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിച്ചിട്ടും ഇല്ല. അപ്പോൾ ആ ഒരു 2 മാസത്തെ കോഴ്സ് കൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു എന്താ പറയുക കരിയർ ബിൽഡ് ചെയ്തെടുത്തതും. ഇപ്പോൾ ഫ്രീലാൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എന്തായിരുന്നു ഒരു ചലഞ്ച്, ഏറ്റവും ബിഗസ്റ്റ് ചലഞ്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ബിഗസ്റ്റ് ചലഞ്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫീസിന്റെ കാര്യം പറയുമ്പോൾ ലൈക്ക് എത്ര പറയണം, ഹവർലി റേറ്റ് എത്ര പറയണം, ആ ഒരു കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു നല്ല ലോ എമൗണ്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫീസും ഇൻക്രീസ് ചെയ്തു വന്നു. ഫ്രീലാൻസിൽ ഇപ്പോൾ ആംഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ക്ലാസ് എടുക്കുക എന്നുള്ളത് മാത്രമാണല്ലോ നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ഒരു എൻക്വയറി വരുന്നു, അത് മുതൽ ഒരു ഫുൾ ജേണി എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും? നമ്മൾ ഒരു എന്താ പറയുക സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം സ്റ്റുഡന്റ്. അല്ല, ആദ്യം നമുക്ക് ഒരു എൻക്വയറി വരുന്ന മുതലുള്ള കാര്യങ്ങളൊന്നും പറയാം. എൻക്വയറി വരുന്നു, ഡെമോ ക്ലാസ്. ഡെമോ ക്ലാസിന്റെ രീതിയിൽ പറയാനാണെങ്കിൽ അത് എൻക്വയറി വരുന്ന ആൾക്കാരോട് നമ്മൾ ഡെമോ ക്ലാസ് ഇരിക്കാൻ പറയും അല്ലേ? അങ്ങനെയല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് അതോടെ വരുന്നു. അപ്പോൾ ഒരു ഡെമോ ക്ലാസ് കൊടുക്കും. ഡെമോ ക്ലാസ് കൊടുത്താൽ പിന്നെ ഞാൻ ടൈം പറയും. ഡെമോ ക്ലാസ് ഒരു ഫ്രീ ഡെമോ ക്ലാസ് ആയിരിക്കും, ചാർജ് ഉണ്ടാവില്ല. പിന്നെ ടൈം പറയും. വിത്തിൻ ഒരു 1 to 2 ഡേയ്സിൽ റിപ്ലൈസ് ചോദിക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ആവശ്യമാണല്ലോ, നമ്മുടെ കരിയർ ആണല്ലോ, അതായത് സ്റ്റുഡന്റിന് കിട്ടണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കും ഓക്കെ ആയിരുന്നോ ഡെമോ. ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളും പാരന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വലിയ അതോറിറ്റി എന്നുള്ള രീതിയിൽ അവരോട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ലൈക്ക് ഒരു എന്താ പറയുക നമ്മളും അവരും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ സെറ്റ് ചെയ്യണം ഫസ്റ്റ്. പിന്നെ ഡെമോ ക്ലാസ് ഓക്കെ ആണെങ്കിൽ ടൈം പറയും. അതായത് ഇപ്പം ടൈം സ്കെഡ്യൂൾ ചെയ്യുന്നത് നമ്മുടെ ആങ്കിളിൽ മെന്റേഴ്സ് ഉണ്ട്. അതേമാതിരി ഇവിടെ ആ ജോബ് നമ്മൾ എടുക്കും. ടൈം പറയും, ഇന്ന ടൈം അവൈലബിൾ ആണ്. അപ്പം ഒരു പെർഫെക്റ്റ് ടൈം സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് ഗൂഗിൾ സ്ലൈഡ്സിൽ ഇതിൽ ഗൂഗിൾ ഫോംസിൽ ഒരു ഇത് കൊടുക്കും. ഓക്കെ ടൈമും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇത് കൊടുക്കും. പിന്നെ ആസ് പെർ ദ സ്കെഡ്യൂള് ടൈമിനനുസരിച്ച് ക്ലാസ് അവിടെ കണ്ടക്ട് ചെയ്തു പോകും. അപ്പോൾ അതിൽ ഒരു പാരന്റ് എന്നോട് പറഞ്ഞൊരു കൺസേൺ ഉണ്ടായിരുന്നു. ഇങ്ങനെ മുമ്പ് ഫ്രീലാൻസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ടീച്ചർ ജോയിൻ ആയപ്പോൾ മാം ടൈമിനനുസരിച്ച്, അതായത് അവരുടെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ച് കോൺസ്റ്റന്റ്ലി ടൈം ചേഞ്ച് ചെയ്യുന്ന ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു പാരന്റിന് ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളൊരു ഇതിലോട്ടേക്ക് ഇറങ്ങുമ്പോൾ സ്കെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ ക്ലാസ് എടുക്കണം. ഈവൺ ഇപ്പോൾ സ്റ്റുഡൻസ്, നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റുള്ള സമയത്ത് മേ ബി സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ അവർക്ക് വയ്യാത്ത സമയത്ത് അവർ പറയും, വയ്യാത്ത മീൻസ് മടിയുള്ള ടൈമിൽ നമ്മളോട് പറയും ഇന്ന് ക്ലാസ് വേണ്ട. അപ്പോൾ നമ്മൾ പാരൻറ്റുമായിട്ട് ഒരു എൻക്വയറി നടത്തണം. ഈ സ്റ്റുഡൻറ്റ് ഇപ്പം ക്ലാസ് വേണ്ട എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ഓക്കെ ഫോർ ടു റീസ്കെഡ്യൂൾ എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമാണ് അവിടെ റീസ്കെഡ്യൂൾ ഓപ്ഷൻ നടത്താൻ വേണ്ടി പാടുള്ളൂ. അപ്പം ആ ഒരു കാര്യം നമ്മൾ കോൺസ്റ്റന്റ്ലി അതിലോട്ടേക്ക് അവരുമായിട്ട് ഡയറക്റ്റ് എൻഗേജ്ഡായി പറഞ്ഞ ടൈമിന് സ്കെഡ്യൂൾ ചെയ്ത പ്രകാരം ക്ലാസ് കണ്ടക്ട് ചെയ്യണം. പിന്നെ എന്താണ്, പിന്നെ എക്സാംസ്, ഹോംവർക്ക്സ്, അതൊക്കെ നമ്മളെ ഡ്യൂട്ടിയാണ്. നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുക, നമ്മൾ കൊടുക്കുക, ആ ഒരു രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്ര. ഇപ്പോൾ 2 വർഷം ഒരു ടെക് കമ്പനിയിൽ ടീച്ചറായി, ഓൺലൈൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു ഫ്രീലാൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ്? രണ്ടിൻ്റെയും ചലഞ്ചസ് എന്തൊക്കെയാണ്, രണ്ടിൻ്റെയും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ? രണ്ടിൻ്റെയും ചലഞ്ചസ് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. എക്സ്ട്രാ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട കേസ് എന്ന് പറയുന്നത് ഫ്രീലാൻസിന്റെ കേസിൽ, അതായത് എല്ലാം നമ്മൾ നോക്കണം. സ്റ്റുഡന്റിന്റെ സ്റ്റുഡൻസ് തമ്മിൽ, പാരന്റും തമ്മിൽ, നമ്മുടെ ആയിട്ടുള്ളത് ഓക്കെ ആണോ എന്നുള്ളത് അവിടെ അത് മെന്റേഴ്സ് നോക്കിക്കോളും. എന്നിട്ട് നമ്മളോട് പറയും സജഷൻസ്, ഇന്ന കാര്യങ്ങൾ ലാക്ക് വന്നിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ അവരുമായിട്ട് കോൺസ്റ്റന്റ്ലി, ഞാനിപ്പം ഒരു മന്ത് എൻഡാണ് ഇത് ചെയ്യാറ്. ഒരു മന്ത് കഴിഞ്ഞ് ചോദിക്കും, ലാസ്റ്റ് മന്ത് എൻഡാവുമ്പം ഈ മന്തിലുള്ള ക്ലാസ്സസ് ഒക്കെ ഓക്കെ ആയിരുന്നോ, സ്റ്റുഡന്റ് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് പറഞ്ഞിട്ടുണ്ടോ,
ക്ലാസ്സസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഞാനത് ചോദിക്കും. ഇപ്പോൾ ഓരോ സ്റ്റുഡൻസിനോടും ഇരുന്ന് ചോദിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഈ നമ്മുടെ ആംഗിളത്തെ കേസിൽ അത് മെൻറ്റേഴ്സ് ചെയ്തോളും ആ ഒരു രീതിയിൽ. പിന്നെ എനിക്കങ്ങനെ ഡിഫറൻസും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം, അവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട്. അതായത് അവിടെ ഫ്രീലാൻസിലേക്ക് വരുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്, സോ അതനുസരിച്ച് അവിടെ ഇൻകം കൂടുതലാണ് അല്ലേ. ഇപ്പോൾ ഇനി നെക്സ്റ്റ് കരിയറിൽ എന്താണ് ഒരു ഫ്യൂച്ചറിൽ ഫാത്തിമന്റെ പ്ലാൻ എങ്ങനെയാണ്? ഫ്യൂച്ചറിൽ BEd ചെയ്യണം, എന്നിട്ട് ഈ ഫ്രീലാൻസിൽ തന്നെ ഇവിടുന്ന്, അതായത് എനിക്ക് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം എല്ലാവരും പറയുന്നുണ്ട് എന്നോട് 2 years ആയില്ലേ, ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വേണ്ടേ എന്നുള്ളത് ചോദിക്കും. പക്ഷെ നമുക്ക് അവിടെ ഒരു നോർമൽ ജോബ് ചെയ്യുന്ന മാതിരിയല്ല, ഇവിടെ ഇപ്പം നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ ചേഞ്ച് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു കംഫർട്ടബിൾ സ്പേസിൽ ഒരു 9 to 5 എപ്പോഴും ചെയ്യുന്ന വർക്ക് തന്നെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരുന്നാൽ, ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ അന്ന് 2 years മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് 8th 9th 10th ആ സ്റ്റുഡൻസിനെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. 10th എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. 10th സ്റ്റുഡൻസ് CBSE IGCSE ഒക്കെ വരുന്ന സമയത്ത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പേടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ, അതായത് ആ ഒരു 2 years ഫസ്റ്റ് ഇയറിൽ ഞാൻ 8th 9th 10th ആ ഒരു സ്റ്റുഡൻസിനെ മാത്രമാണ് അലോട്ട് ചെയ്തിട്ടുള്ളൂ. അതും എനിക്ക് തോന്നുന്നു IGCSE സ്റ്റുഡൻസ് ഒക്കെ 1 or 2 മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ഇയറിലോട്ടേക്ക് എത്തിയ സമയത്ത് കൂടി കോൺഫിഡൻസ് കൂടി. അതായത് അപ്പാർട്ട് ഫ്രം ദ 10th +1 +2 അതും കേരള സിലബസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, IGCSE ആയിക്കോട്ടെ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു വന്നു. ഇപ്പം 3rd year ആയപ്പോൾ അതിന്നൊക്കെ മാറി ഞാനൊരു ഫ്രീലാൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്യപ്പം ഇൻക്രീസിങ് ഗ്രോത്ത് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പം ഇതിൽ നിന്ന് പുറത്തു വരുന്നത് കുറച്ച് ഇതാണ്. അപ്പം ഇതിനോട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റിയ ഏതെങ്കിലും BEd ചെയ്യണമെന്നുണ്ട്. അപ്പം BEd ഇതിന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. ഈ ഇയർ ജോയിൻ ചെയ്യുന്നില്ല, നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ്. അങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം, ഒരുപാട് ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യം, സബ്ജക്റ്റ് പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഫാത്തിമ പറഞ്ഞു ഫാത്തിമക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ +2 IGCSE അങ്ങനെ എല്ലാ സിലബസും എല്ലാ ക്ലാസ്സും ഇപ്പോൾ എടുക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം എങ്ങനെയായിരുന്നു? പലർക്കുള്ളൊരു ഡൗട്ടാണ്, എസ്പെഷ്യലി ഈ കരിയർ ബ്രേക്ക് കഴിഞ്ഞ് വരുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഇനി ആ സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ പറ്റുമോ, അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു ഇഷ്യൂ ടാക്കിൾ ചെയ്ത് എങ്ങനെയായിരുന്നു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്? കാരണം നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അന്ന് എടുക്കുന്ന ടോപ്പിക്ക് കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അറിയണമല്ലോ, നല്ല പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് അത് എനിക്ക് ആദ്യം ഇതുണ്ടായിരുന്നു. ഞാനും ഇതേമാതിരി നമ്മളിപ്പം ഡിഗ്രി കഴിഞ്ഞു PG ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് 8th കെമിസ്ട്രി, 9th കെമിസ്ട്രി ഫിസിക്സ് ആ ഒരു ഇതാണല്ലോ. എന്തായാലും ടച്ച് വിട്ടു പോയിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും ഒന്ന് റീഡ് ചെയ്താൽ നമ്മൾ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പഠിച്ച സബ്ജക്ട്സ് ആണ്. ഒന്ന് റീഡ് ചെയ്തപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ ഇന്ന് ആ ഒരു സബ്ജക്റ്റ് എടുത്തു കൊടുത്താൽ അത് നമ്മുടെ മൈൻഡിലുണ്ടാവും. ഇപ്പം നമ്മൾ ടീച്ചേഴ്സിനോടെല്ലാം നമ്മൾ ചോദിക്കുന്നില്ലേ എങ്ങനെയാണ് എല്ലാ ക്ലാസ്സസിലും പോയിട്ട്, ഞാൻ പണ്ട് ചോദിക്കാറുണ്ടായിരുന്നു ടീച്ചേഴ്സിനോട്, ഇതിപ്പം ഹെക്ടിക്കല്ലേ എല്ലാ ക്ലാസ്സസിലും പോയി ഇങ്ങനെ പഠിപ്പിക്കുമ്പം നമ്മൾ ആദ്യം പഠിക്കണ്ടേ, അതൊരു ബുദ്ധിമുട്ടല്ലേ എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ ടീച്ച് ചെയ്യുമ്പോഴാണെന്നും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി. നമ്മൾ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു PGയിൽ പഠിപ്പിക്കുന്നത്, ആ മിസ് പറയും നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് നമ്മളത് പഠിക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഞാൻ എൻ്റെ കേസിൽ ചെയ്യാറുള്ളത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവും, ജസ്റ്റ് കോൺസെപ്റ്റ് അത് അവരുടെ മുമ്പിൽ പോർട്രേ ചെയ്യുന്ന സമയത്ത് നമ്മളും അത് പഠിക്കും, അവരും അത് പഠിക്കും. ആ ഒരു രീതിയിൽ ഒരു സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുത്താൽ പിന്നെ, ഞാനിപ്പോൾ അങ്ങനെയായിരുന്നു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. 8th കുറേ സ്റ്റുഡൻസ് എനിക്കുണ്ടായിരുന്നു, അവർക്ക് എടുക്കുന്ന ചാപ്റ്റർ ഞാൻ ഇപ്പുറത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞ് നമ്മൾക്ക് അത് ബൈ ഹാർട്ടായി. പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കേസല്ല. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം മെജോറിറ്റി ആൾക്കാരും സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലേ. കേരളത്തിൽ കൂടുതൽ സ്റ്റേറ്റ് സിലബസിലെ സ്കൂളാണല്ലോ ഉള്ളത്. ഇപ്പോൾ നമുക്ക് വരുന്നതിലാണെങ്കിലും നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസും സ്റ്റേറ്റ് ആയിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവുക. ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ സ്റ്റുഡൻസും CBSE അല്ലെങ്കിൽ ICSE IGCSE ആയിരിക്കും. ഈ ഒരു സിലബസ് എടുക്കാൻ പലർക്കും ഒരു പേടിയാണ്, ഞാൻ പഠിക്കാത്ത സിലബസ് ആണ്. അത് എന്താ തോന്നുന്നത് അവരോട്, അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? സിലബസ് ഓറിയന്റേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇല്ല. ഇതിപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ +1 +2 ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ ഈസി ആയിട്ട് 10th IGCSE പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. അതായത് അതിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് അത് നമ്മൾ സ്റ്റുഡൻസിനെ മൗൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ CBSEന്റെ കേസിലാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഡയറക്റ്റ് ആയിരിക്കില്ല, മേ ബി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT ടെക്സ്റ്റ് ബുക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരും. ഇതിപ്പോൾ ICSEയും IGCSEയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം നമ്മൾ നോക്കുന്ന സമയത്തും കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10th 11th 12th കെമിസ്ട്രി ഫിസിക്സ് എടുക്കുന്ന ആളാണെങ്കിൽ ആ 10th കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. IGCSEൻ്റെത് അത് നമ്മളൊന്ന് റെഡി ആവണം. നമ്മളും അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ നോക്കുക, അത് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുക. കുറച്ച് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പാസ് പേപ്പേഴ്സ് എടുത്ത് നമ്മൾ ആദ്യം വർക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് വർക്ക് ചെയ്യുക. ആൻഡ് അത് സ്റ്റുഡൻസിനോട്
പറഞ്ഞു കൊടുക്കുക. ഏതൊരു സിലബസ് ആണെങ്കിലും നമ്മൾ 1-2 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് ക്വസ്റ്റ്യൻ പാറ്റേൺ കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഫാത്തിമ 2 വർഷം മുന്നേ നിന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് സൂപ്പർ ഒരു ഓൺലൈൻ ടീച്ചിങ് കരിയർ അതിലേക്ക് ഇറങ്ങണോ, അതേപോലെ അതിന് സൂപ്പർ ട്യൂട്ടർ തന്നെ ഒപ്റ്റ് ചെയ്യണോ, അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നതാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ടീച്ചിങ്ങിൽ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പം എല്ലാവരും സിറ്റുവേഷൻ ഒരേപോലെ ആയിരിക്കില്ല. മേ ബി ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഈ പറഞ്ഞ മാതിരി ഗ്യാപ്പ് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. വീട്ടിൽ കുട്ടികളുള്ളത് കൊണ്ട് പുറത്ത് പോയി പഠിപ്പിക്കാൻ പറ്റാത്ത സ്റ്റേജ് ഉണ്ടാവും, പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു നൈസ് ഓപ്ഷനാണ്. ലൈക്ക് നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ സ്പേസിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഇൻകം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയും സമയം ഈ ഓൺലൈൻ ടീച്ചിങ് ജേർണീനെ കുറിച്ചും ഫ്രീലാൻസ് ജേർണീനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.